ഇന്ന് നമുക്ക് ബ്രെഡും മുട്ടയും വെച്ചിട്ടൊരു സ്നാക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആദ്യം ഒരു ഫില്ലിങ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. കൂടെ തന്നെ 2 പച്ചമുളകും പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി അത്യാവശ്യം ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അതും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. സവാള അത്യാവശ്യം ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി, ഒരുപാട് മൂക്കേണ്ട ആവശ്യമില്ല. സവാള അത്യാവശ്യം ഒന്ന് വഴണ്ടതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ഒട്ടും തന്നെ ചേർക്കാതെയാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത്. കുരുമുളകിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത്, അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർക്കുക. ഇനി പൊടികളും അത്യാവശ്യം ഒന്ന് മൂത്ത് കിട്ടണം. ഒരു 2-3 സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം പൊടികളൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തതാണ്, അതും കൂടി ചേർക്കാം. വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ ഒരു പകുതി ചേർത്താൽ മതിയാവും. പിന്നെ തക്കാളി ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം, പക്ഷേ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. തക്കാളി ഒരുപാട് അങ്ങ് വഴറ്റേണ്ട ആവശ്യമില്ല, കുറച്ചൊരു 2-3 സെക്കൻഡ് നേരത്തേക്ക് വഴറ്റിയെടുത്താൽ മതി. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ കുറച്ച് ഗ്രീൻ പീസും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ, ഇപ്പോൾ കയ്യിലുള്ള കൊണ്ടാണ് ചേർത്തിരിക്കുന്നത്. ഇത് ഫ്രഷ് ഗ്രീൻ പീസാണ്. അപ്പോൾ ഗ്രീൻ പീസും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ടയും കൂടി നമുക്ക് പൊട്ടിച്ച് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ സാധാരണ മുട്ട ചിക്കി പൊരിക്കുന്ന രീതിയിൽ തന്നെ ആക്കിയെടുക്കുക. ഇപ്പോൾ മുട്ട ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഒന്നെങ്കിൽ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ കൈ വെച്ച് തന്നെ ഇതുപോലെ ചെറുതായിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ കൈ വെച്ചിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത്. ഇപ്പോൾ 2 സ്ലൈസ് ബ്രെഡാണിത്. അപ്പോൾ ആദ്യം 2 സ്ലൈസ് ബ്രെഡ് ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. പിന്നീട് വേണമെങ്കിൽ ബാക്കിയുള്ള 1 സ്ലൈസും കൂടി ചേർക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ 2 സ്ലൈസ് തന്നെ മതിയായിരുന്നു. അപ്പോൾ 2 സ്ലൈസ് ബ്രെഡും 2 മുട്ടയും മതി നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഒന്ന് തണുക്കാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് കൈ തൊടാവുന്ന ചൂടാകുമ്പോൾ ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി ഷേപ്പ് ചെയ്തെടുക്കുക. ഇതേ രീതിയിൽ തന്നെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മാവ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. കടലമാവിന് പകരം മൈദ വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്, ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർക്കാം. നമ്മൾ നേരത്തെ മസാലയ്ക്ക് ചേർത്ത അതേ പൊടികളാണ് ഉപയോഗിക്കുന്നത്. ഒട്ടും തന്നെ മുളക് പൊടി ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ കിഴങ്ങ് ബോണ്ടയ്ക്കൊക്കെ ഉണ്ടാക്കൂലേ, ആ ഒരു മാവിൻ്റെ രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് ലൂസും അല്ല, ഒരുപാട് കട്ടിയല്ല. ഇനി ഇതിലേക്ക് 1 നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ചേർക്കാം. ബേക്കിംഗ് സോഡ ചേർത്താൽ നല്ലൊരു സോഫ്റ്റ്നെസ്സും ക്രിസ്പിനെസ്സും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. വളരെ കുറച്ച് മതി കേട്ടോ, 1 നുള്ള് മാത്രം മതി. നമ്മൾ തീരെ ഇത് ചേർക്കാതെ ഉണ്ടാക്കിയാൽ മാവ് വളരെ ടൈറ്റായിട്ട് തോന്നും. അപ്പോൾ കുറച്ച് ചേർത്താൽ മതി. ഇനി നമുക്ക് ഓരോ ബോൾസും ഈ കടലമാവിലേക്ക് മുക്കിയതിന് ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കാം. പിന്നെ നിങ്ങൾ മൈദ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അരിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, വെറും മൈദയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്താൽ മതിയാവും. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഒട്ടി പിടിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് സ്പൂൺ വെച്ച് തന്നെ ഒന്ന് ഉടച്ചെടുത്താൽ മതി, വിട്ട് കിട്ടും. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ബാക്കിയുള്ള സ്നാക്സും ഇതേ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 സ്ലൈസ് ബ്രെഡും മുട്ടയും ബാക്കിയുള്ള സാധനങ്ങൾക്ക് നമ്മൾ സാധാരണ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അത് വെച്ച് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്